നമുക്ക് ഈ ഓണമല്ലേ വരുന്നത്, നമുക്ക് ഓണത്തിന് അധികം ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോ കറികളും അതുപോലെ വേണ്ട സാധനങ്ങളുണ്ട്. നമുക്ക് ഓണത്തിന് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഓണത്തിന് ഞാൻ അത്യാവശ്യം കറികൾ ചെറുകറിയും ഇതൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുകറി എന്ന് പറയുമ്പോൾ നമ്മുടെ തൊടുകറിയൊക്കെ ഒരു 2-3 ദിവസം മുമ്പേ നമുക്ക് ഇഞ്ചി, നാരങ്ങ, പുളിയിഞ്ചി ആ വക സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ ഓണത്തിൻ്റെ അതിൽ തിരക്കുകൾ ആവുമല്ലോ, ഒക്കെ ഈ ജോലിക്ക് ഇതൊക്കെ പോകണവരൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചെറുകറികളൊക്കെ നമുക്ക് 2 ദിവസം മുമ്പേ ഇതാക്കി വയ്ക്കാം. കാളം തലേദിവസം കാളം വെച്ച് വയ്ക്കാം. പിന്നെ സാമ്പാറൊക്കെ നമുക്ക് സാമ്പാറും വേണമെങ്കിൽ തലേദിവസം വയ്ക്കാം. അതല്ലെങ്കിൽ സാമ്പാർ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ വെച്ചാൽ മതി. അവിയൽ, സാമ്പാർ, തോരൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഒക്കെ നേരത്തെ ഏറ്റമൊക്കെ നമ്മൾ വെക്കൂലോ. ഇപ്പോൾ എന്ന് പറയണത് ഒക്കെ ഈ കാറ്ററിങ് ഇതാണ്. എല്ലാവരും തിരക്കുള്ളവരാണ്, ജോലിക്ക് പോണവരും ഇതൊക്കെയാണ്. അപ്പോൾ ഒക്കെ ഇപ്പോൾ കാറ്ററിങ് പലരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, കാറ്ററിങ്ങുകാരെ ഏൽപ്പിച്ചേക്കാണ് സദ്യയൊക്കെ, ഓണസദ്യയൊക്കെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ സാധാരണ ഒരു ഇത്തിരിശ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്ത് കഴിക്കണം. ആ ഒരു ടേസ്റ്റും ആ ഒരു സുഖവും ഇതൊന്നും എന്തായാലും നമുക്ക് കാറ്ററിങ്ങുകാരെ ഇന്ന് കിട്ടണതിന് കിട്ടില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് ഇത്തിരിശയായാലും അധികം ഐറ്റം അധികം അത്ര അധികം ഇല്ലെങ്കിലും എണ്ണ ഒത്തിരി കുറഞ്ഞോട്ടെ, എന്നാലും അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിക്കാൻ തന്നെയാണ് തൃപ്തി വരിക. അത് ഓണമായാലും വിഷു ആയാലും ഒക്കെ. അപ്പോൾ നമുക്ക് ഓരോ കറികളും ഓരോ ദിവസം, ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ല നമുക്ക് ഓണത്തിന്. കറികൾ മാത്രം പോരല്ലോ, പിന്നെ നമുക്ക് പലഹാരങ്ങൾ, കായ വറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോ ദിവസം ചെയ്യാം, പരിചയപ്പെടുത്താം. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. നമുക്ക് ഇന്ന് ഒരു അവിയൽ വയ്ക്കാം. ഓണമല്ലേ, ഓണത്തിൻ്റെ സ്പെഷ്യൽ അവിയൽ നമ്മൾ ഇന്ന് മുതൽ ഓരോന്നും ചെയ്യണം കേട്ടോ. അവിയലിന് വേണ്ട സാധനങ്ങൾ ആദ്യം നമുക്ക് പാത്രം വേണമല്ലോ, ഉരുളി വേണം. ചേന ഒരു 1/2 കിലോ ചേന മേടിച്ചതാണ്. അതിൽ ചെത്തിയൊക്കെ കളയുമ്പോൾ നമുക്കത് മുഴുവൻ കിട്ടില്ല. ഒരു 300-350 ഗ്രാം ചേന ഉണ്ട്. അവിയലിന് ചേന കൂടുതൽ വരും. 2 കായ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ അതായിട്ട് പലരും പലതരത്തിലാണ് അരിയുക. ചിലർ വലിയ കഷ്ണങ്ങളായിട്ട് അരിയും, ചിലർ ഇതിനേലും ചെറുതായിട്ട് അരിയും. അപ്പോൾ അത് ചേന വേവ് എന്താണെന്ന് അറിയാത്ത കാര്യം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കണേ. 3 മുരിങ്ങക്കായ ഉണ്ട്. 3 മുരിങ്ങക്കായ, 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 200 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ആവശ്യമനുസരിച്ച് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തേക്കണത്. അതിലേക്ക് ഒരല്പം ഇഞ്ചി വേണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് നാളികേരത്തിൽ കൂടെ ചതയ്ക്കാനായിട്ട് ഒരല്പം, പിന്നെ അരിഞ്ഞത് ഒരല്പം കഷ്ണത്തിൽ കൂടെ ഇടാനായിട്ടും അങ്ങനെ. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം, ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ജീരകം ഇടേണ്ടി വരും അരപ്പിന്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ അത് ഇടണം. അത് കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അത് നമുക്ക് അരയ്ക്കാം. നാളികേരം അരയ്ക്കണ കൂടെ കുറച്ച് ഇടും, പിന്നെ കഷ്ണത്തിൽ കൂടി കുറച്ചിടും. കറിവേപ്പില എത്ര ഇട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയും കൂടി ഉരുളിയിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം ചേനയും കായും
അത് ഇട്ട് കൊടുക്കാം നമുക്ക്. പയർ എല്ലാം നമുക്ക് ഓരോ ഇതിൽ തന്നെ അരിയുമ്പോഴാണ് കഷ്ണത്തിനൊരു ഭംഗി കിട്ടുക. അത് ഓരോ വലിപ്പത്തിൽ പയറായാലും നമ്മളതിൻ്റെ എല്ലാം ഓരോ ഇതിൽ കിട്ടില്ല. എന്നാലും നമുക്ക് പറ്റാവുന്നത് ഓരോ ഇതായിട്ട് ഇപ്പോൾ ഞാൻ ഓരോ ഇതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കണത്. മുരിങ്ങക്കായ പൊളിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇത് മൂപ്പ് കുറഞ്ഞ മുരിങ്ങക്കായാണ്, വേഗം ഉടഞ്ഞു പോവും. മുരിങ്ങക്കായ പൊളിക്കാണ്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ, ഈ പച്ചമുളക് ഒരു 3 ചെറിയ പച്ചമുളകാണ്, പഴുത്തതാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടു. ഒരല്പം മഞ്ഞപ്പൊടി ഇത്തിരി കളറ് ഇതായിക്കോട്ടെ. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല, കറിവേപ്പില ഇട്ടു. ഇനിയുള്ളത് നമ്മൾ കറി വെന്ത് കഴിയുമ്പോഴും കുറച്ചിടും കറിവേപ്പില. നാളികേരം അരക്കണ്ട കേട്ടോ, അത് ഒന്ന് ചതക്കേ വേണ്ടൂ. നമുക്ക് ഉപ്പെടുത്തില്ല, നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ അതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ടാറ്റയുടെ ഉപ്പാണ്, അപ്പോൾ അത് കുറച്ചിട്ടാൽ മതി. നല്ല ഉപ്പുള്ള ഇതാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഞാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒഴിച്ചു. ഇനി ഇത് നമുക്ക് കൂട്ടി ഇളക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അധികം വെള്ളം ഒഴിക്കണ്ട. എന്ന് വെച്ചാൽ പയറൊന്ന് ചൂട് കയറുമ്പോൾ പയർ വെള്ളമാണല്ലോ, ഇത് നമ്മൾ വാങ്ങിക്കണ പയറല്ലേ, അപ്പോൾ ഒടിപ്പം പയറാണ്. അപ്പോൾ അത് കാരണം അതിലേക്ക് ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ കയറുമ്പോൾ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഊറി ഇറങ്ങും. അത് കാരണം അധികം വെള്ളം ഒഴിക്കണ്ട. ഇപ്പൊക്കെയാണ് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ മേടിച്ചിട്ട് അവിയൽ പച്ചക്കറിയൊക്കെ, പണ്ടൊക്കെ എന്ന് പറയണത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ട് അവിയൽ, താള്, ചേമ്പ് വിത്ത്, അതിൽ 4 ചക്കക്കുരു ഉള്ള സമയത്ത് ചക്കക്കുരു ഇടും. അങ്ങനെയൊക്കെയാണ് ഒരു അവിയലൊക്കെ പണ്ട് വയ്ക്കുക. പണ്ടത്തെ ആൾക്കാരൊന്നും അങ്ങനെ അധികം പച്ചക്കറിയൊന്നും അങ്ങനെ മേടിക്കില്ല. വല്ല ഓണോ വിഷു അതൊക്കെ പറമ്പുകളിൽ നിന്ന് കിട്ടണത് പറമ്പിലൊക്കെ ഉണ്ടാവൂലോ അവർ. അന്നേരത്തൊക്കെ പറമ്പിൽ നന്നായിട്ട് പണിയെടുത്ത് പച്ചക്കറി ആയാലും എല്ലാ സാധനങ്ങളും പറമ്പിലുണ്ട്. ഇപ്പൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇവിടെ നാത്തുമാർ ചേമ്പ് പറിക്കണ സമയത്ത്, ഈ സമയമൊക്കെ ആയാൽ ചേമ്പ് പറിക്കും. നേന്ത്രവാഴയുടെ ഇടയിൽ കൂടെ അപ്പൻ ചേമ്പ് നടും. ആ ചേമ്പ് പറിക്കണ സമയമാണ് ഇപ്പോൾ. നല്ല കൊട്ടയ്ക്കുണ്ടാവും വിത്തുകൾ. ഇവിടെ ഈ ഇടയ്ക്ക് വെള്ളം കയറും ചില കാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ വെള്ളം കയറുമ്പോൾ ചേമ്പ് വേഗം ചീച്ചൽ വരും. അങ്ങനെ പോയതാ. പിന്നെ ചേമ്പ് അങ്ങോട്ട് പിടിക്കണില്ല. അപ്പം അത് കൂട്ടി തിരുമ്മി ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒരു പാത്രത്തിൽ ഇവിടെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അത് ഓണാണ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചേന എനിക്ക് ചൊറിയണൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ചേന ചെത്തുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ചൊറിയും. പക്ഷേ ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് തിള കയറുമ്പോൾ നമ്മുടെ ചൊറിച്ചലൊക്കെ മാറും. ഇതിന് നമുക്ക് അടപ്പത്ത് വെച്ച് വേവാൻ വയ്ക്കാം കഷ്ണങ്ങൾ. അരപ്പിലേക്കുള്ളതും കൂടി എടുത്താൽ ഇതിലേക്ക് നമുക്ക് കഷ്ണം വെന്ത് വരുമ്പോൾ അരപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒടുവ് തൈര്
ഇല്ലത്തിൻ്റെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൈര് പാകത്തിന് പുളിക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതോ ഒരു പാക്കറ്റ് അങ്ങനെയൊന്നും വേണ്ട, കുറച്ച് മതി. എന്നുവെച്ചാൽ അധികം പുളിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതായി കൊടുക്കാം. ഇനി നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. കഷ്ണം ഇരുന്ന് വേവട്ടെ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ സ്റ്റവ് കത്തിച്ചു, അടുത്ത് വെച്ചു, മൂടി വയ്ക്കാം. നമുക്ക് ആദ്യം ഉള്ളിയും ഇഞ്ചിയും അല്പം ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് കറക്കുക. എന്നിട്ട് നാളികേരം ഇടുക. അല്ലെങ്കിൽ ഉള്ളിയൊന്നും ശരിക്കും അങ്ങോട്ട് ചതഞ്ഞ് കിട്ടില്ല. നമുക്ക് അരയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നാളികേരം ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളികേരം അരവ് ഇതാവും. അപ്പോൾ ഒന്ന് കറക്കി എടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ടു, കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കറിവേപ്പില ഇപ്പോൾ പൊടിച്ചൊക്കെ ഇതായിട്ടുണ്ട്, കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കി കുറച്ചെടുത്തുകൊണ്ട് വെച്ചതാണ്. ഒരു അല്പം ജീരകം അത് ഇട്ട് കൊടുത്തു. ഇത് നമുക്കൊന്ന് കറക്കിയെടുക്കാം. കറക്കിയിട്ട് നാളികേരത്തിന് അരിക്കിടാം. കറിവേപ്പിലയും ഇഞ്ചിയും ജീരകവും, നല്ല ജീരകമാണ് കേട്ടോ, ഒക്കെയും കൂടി ഇട്ട് ഈ പരുവത്തിൽ ആക്കിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നാളികേരം ഇട്ട് ഒന്ന് കറക്കി ഇതാക്കിയെടുക്കാം. ഇത് നമുക്ക് ഒന്ന് കറക്കിയിട്ട് ബാക്കിയുള്ളത് കിട്ടാം. കൊള്ളുക. നമുക്കത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. നാളികേരം, നമ്മുടെ നാളികേരം ഈ പരുവത്തിൽ ചതഞ്ഞ് കിട്ടി. അപ്പോൾ അത് ഇതേപോലെ വേണ്ടു. നമ്മളെന്ന് വെച്ചാൽ ഇലശ്ശേരിക്കായാലും അവിയലിനും ഇതൊക്കെ വല്ല കപ്പയൊക്കെ പുഴുക്ക് വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയേ ചതയ്ക്കുള്ളൂ. അപ്പോൾ ഇത് ഈ പരുവത്തിൽ ഇതാക്കിയെടുത്തത് നമുക്ക് കഷ്ണം വേവുമ്പോൾ അരി ചേർക്കാം. മൂടി വയ്ക്കാം. ഇപ്പോൾ ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ നന്നായിട്ട് വെന്തറുണ്ട്, വെള്ളമൊക്കെ വറ്റി, അരപ്പ് ചേർത്തി കൊടുക്കാം നമുക്കിതിലേക്ക്. തീ കുറച്ച് ഇട്ടേക്കാണ് ഞാൻ. അപ്പോൾ അരപ്പ് അരപ്പിനെ ചേർത്തി ഇതേപോലെ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിങ്ങനെ അരയ്ക്കാൻ. അല്പം ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആവണ്ടെന്ന് വെച്ചാൽ തൈര് ചേർക്കുമ്പോൾ അതൊന്ന് ലൂസാവുമല്ലോ. ഈ ഓണായിട്ടൊന്ന് തിരക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ നമുക്ക് പറമ്പിൽ ഒക്കെ വെപ്പടി പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അല്പം വെള്ളം, അത് ആ ജാറൊന്ന് കഴുകി ഇതാക്കിയതാട്ടാ. നമുക്കത് തീയൊന്ന് അല്പം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പൊന്ന് ആവിയിലൊന്ന് വെന്തോട്ടെ. ഷുഗർ നോക്കാനായിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകൂട്ടാ. അപ്പം എന്താ വെച്ചാൽ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും
ഭക്ഷണം കഴിച്ചതിന് ശേഷവും ബ്ലഡ് എടുക്കണം. അപ്പം അന്ന് രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണം അപ്പോൾ അവിടെ നിന്നാവും, ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ കിട്ടിയത് ഒരു കറി കിട്ടിയത് അവിയലാണ് കേട്ടോ. ആ അവിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേന കൊണ്ട് മാത്രം, വേറെ ഒരു കഷ്ണവും ഇല്ല. അപ്പം ഞാൻ പിന്നെ ആലോചിച്ച് ചേന തന്നെ വെച്ചിട്ട് ഇവരെന്ന് വെച്ചാൽ ഏത് പച്ചക്കറി ഏതാണ് വില കുറവെങ്കിൽ അതാണ് അവർ എടുക്കണത്. അവർക്ക് ലാഭമാണല്ലോ അവർ നോക്കണത്. അപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ വഴുതനങ്ങ തന്നെയായിരിക്കും ചിലപ്പോൾ കിട്ടണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ എല്ലാ കഷ്ണവും കൂടി ചേർത്ത് ഇപ്പോൾ തെക്കോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ ഇടും, പടവലങ്ങ ഇടും, അവിയൽ ഒക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ അവിയൽ കുഴഞ്ഞ പോലെ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ തെക്കോടെ എൻ്റെ വീട് എറണാകുളം ജില്ലയാണ്. അപ്പോൾ അവിടെ ഇത് അവിയലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ നന്നായിട്ട് അവിയൽ മേടിച്ച് കഴിക്കും. ഇതിലേക്ക് നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അവിയൽ വെള്ളമൊക്കെ വറ്റി അരപ്പും ഒന്ന് ആവി കയറി. അപ്പം നമുക്കത് തൈര് ചേർത്തി കൊടുക്കാം. ഇനി തൈര് കുറച്ച് തൈര് മതി, വല്ലാണ്ട് പുളിയാവണ്ട. എനിക്ക് ഇങ്ങനെ കറികൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ പാത്രത്തിൻ്റെ വക്കിലൊന്നും ആവണത് എനിക്കിഷ്ടമില്ല. പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിലരിങ്ങനെ ഇതാക്കി ആ പാത്രത്തിൽ മൊത്തം ആ പാത്രത്തിൻ്റെ വക്കിലും ഇതൊക്കെ ആക്കും. എനിക്കിഷ്ടമില്ല അങ്ങനെ. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് അതിൻ്റെ വക്കിൽ ഇതൊന്നും ആവണത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം നമുക്ക് ഉപ്പും പുളിയും ഇതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് തൈരൊഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ഏത് കറിക്കായാലും ഇത് തീ സിമ്മിലിടണം കേട്ടോ. തൈര് പെട്ടെന്ന് പിരിയും. പുളിയുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ദീപ്തി കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അല്പം വേപ്പല, കറിവേപ്പല ഇട്ട് കൊടുക്കാം. കറിവേപ്പല ഉണ്ടെങ്കിൽ എന്തോ ഒരു ഇട്ടാലും എനിക്ക് മതിയാവില്ല. കറിവേപ്പല നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി എല്ലായിടത്തും നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കഷ്ണം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താളൊക്കെ ഇടാം. പക്ഷെ മോന് ഒലർന്നിരിക്കണം. പക്ഷെ ഇതങ്ങനെ ഒലർന്നിട്ടില്ല കേട്ടാ. ഇത് ഇത്തിരി ഇതായിട്ട് ഗ്രേവി പോലെ നിൽക്കുന്നുണ്ട്. അമ്മ എന്താ ഇത് അവന് ഉണങ്ങിയ പോലെ ഇരിക്കണം. ഈ സദ്യക്കൊക്കെ വിളമ്പില്ലേ. പക്ഷെ എനിക്കതത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ കണ്ട മൂക്കാത്ത ഉപ്പ് ഇതാവാത്ത മുരിങ്ങക്കായ, അപ്പോൾ മുഴുവനോടെ ഇട്ടിട്ടും ഒക്കെ ഉടഞ്ഞ് ഇതായിട്ടുണ്ട്. നമുക്കിത് ഇനി ഒന്ന് ഒതുക്കി കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു മേമ്പൊടി മട്ട് അല്പം പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം.
പച്ച വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, എന്നുവെച്ചാൽ കഷ്ണത്തിൽ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ. പച്ച വെളിച്ചെണ്ണ ഇതാക്കി കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒന്ന് മൂടാം, ഒന്ന് ആവി കയറിക്കോട്ടെ കേട്ടാ. ഒന്ന് മൂട്ടി വയ്ക്കാം നമുക്ക്. പിന്നെ നമ്മുടെ കറി അവിയൽ പാകമായി. നമുക്കിത് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ചേന കഷ്ണവും ചൂടുണ്ട്. ചേനയൊക്കെ നന്നായിട്ട് വെന്തു. ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ട്. നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം വേറെ ഇടാം നമുക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കിയ വിഭവം കറികൾ അത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക ഇത്. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഇത് പുതിയ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങളുടെ മുന്നിലേക്ക്. ശരി, താങ്ക് യു.